എന്റെ മോനെ ആരിത് രാത്രി കിടക്കുമ്പോ ഫെബിന്റെ ഡയലോഗ് എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ രാവിലെ 4 മണിക്ക് വിളിച്ച് കാണിക്കാം. കാരണം ഞാൻ ഇന്ന് ലേറ്റായിട്ട് എണീക്കുള്ളൂ. പക്ഷെ മീൻ പിടിക്കാനായിട്ട് ഞാൻ 3:30 അലാറം വെച്ച് 3:45 അവനെ വിളിച്ചുണർത്തി. നമ്മുടെ വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, നേരെ അൽസോറയൊക്കെ വെച്ച് പിടിച്ചു. അപ്പോൾ ഈ ക്യാമറ കിടന്ന് വെട്ടണമെന്ന് പറഞ്ഞാൽ ഉറക്കപ്പിച്ചയിലുള്ള വെട്ടലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങള് അവിടെ എത്തി. അങ്ങനെ ഇന്ന് പുതിയൊരു പരീക്ഷണമാണ്, അതായത് ചെമ്മീൻ ഉപ്പിലിട്ടത്, കല്ലുപ്പിട്ടതാണ്. അപ്പൊ ജീവൻ തന്നെ ഒരു പരീക്ഷണമല്ല, അപ്പൊ ഇതും കൂടെ പരീക്ഷിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് ഹൂക്ക് കെട്ടുന്ന പുതിയൊരു സംഭവം പഠിച്ചു. അങ്ങനെ അത് ഞാൻ യൂട്യൂബ് നോക്കിയോ ടിക്ടോക്കിയോ എന്തോ പഠിച്ചതാണ്. ഞാനത് എൻ്റെ ഐഡിയ ആയിട്ട് അവനെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതിൽ ഇങ്ങനൊരു കാര്യമുണ്ട്, അതായത് നമുക്ക് ചെറിയ ഹൂക്കും വലിയ ഹൂക്കൊക്കെ ഇല്ലേ, അത് മാറ്റി ഇടണമെന്നുണ്ടെങ്കിൽ വേറെ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇതേപോലെ ലോക്കേ ഉള്ളൂ, അത് ലൂസായി കഴിഞ്ഞാൽ അത് തിരിച്ച് വരികയും ചെയ്യും നമുക്ക്. പക്ഷേ ഇത് ഹോളുള്ള ഹൂക്കിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കുറേ തള്ളി മറിച്ച് അങ്ങനെ ഇരുന്ന് നേരമൊക്കെ അങ്ങനെ നേരം വെളുത്ത് അങ്ങനെ ഞങ്ങൾ നേരമൊക്കെ വെളുത്തു വന്നപ്പോൾ മുന്നോട്ടോ പിന്നോട്ടോ എങ്ങോട്ടെങ്കിലും പോയി കുറച്ച് മീൻ പിടിക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടോ കുറേ നടന്നു. ഇതിപ്പോൾ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. അങ്ങനെ എടുത്തു പോയി അവിടെ ചെന്ന് ഇറങ്ങി കടലിറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി ഇങ്ങനെ മേലോട്ട് നോക്കിയപ്പോൾ ദാ നിൽക്കുന്നു വിറ്റാമിൻ ഡി. അങ്ങനെ അവൻ്റെ കുറച്ച് വിറ്റാമിൻ ഡി എടുത്തുകൊണ്ട് താഴത്തും കടലിനെ നടുക്കിറങ്ങിന്ന് മീൻ പിടിക്കുന്നത്. അങ്ങനെ നബീൽ ബ്രോ വിളിച്ച് ഇതാ ഇങ്ങോട്ട് ഇവിടെ പുതിയൊരു സംഭവം കാണാനൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിളിച്ച്. അപ്പൊ പുള്ളി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടു പോയിക്കോ. അപ്പൊ പുള്ളി ചെതൽപുറ്റ് കടൽപുറ്റ് എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്യാമറയൊക്കെ ബെററായി പോയി, ഉറക്കപ്പിച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അങ്ങനെ എന്തായാലും മുമ്പ് മനസ്സിലായല്ലോ. അങ്ങനെ വന്നപ്പോൾ ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് നമ്മളെ ഫെബിൻ മച്ച അവിടെ ഇരുന്ന് മീൻ പിടിക്കും, ഉപ്പ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുക. കിട്ടാനൊന്നും പോകുന്നില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഫെബിൻ വിളിക്കുന്നു, കിട്ടിയടാന്നും പറഞ്ഞ്. അങ്ങനെ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ നെത്തോലി എന്തായാലും കിട്ടി. നെത്തോലിക്കാട്ടിലും കുറച്ചുകൂടി റൈസ് ഉണ്ടാവും. അപ്പൊ അതിനെ കണ്ടിട്ട് അവനെ എന്ത് ചെയ്യണമല്ലോ, ഒന്ന് തുള്ളിച്ചാടണോ എന്ത് ചെയ്യണം, തുള്ളിച്ചാടിയ കടലിൽ പോകും. എന്നിട്ട് അവിടെയൊക്കെ കടിച്ചമർത്തിയവൻ സന്തോഷമൊക്കെ. അങ്ങനെ ആ മീനെ എടുത്ത് ബോട്ടിലിട്ട് പിന്നെ ഈ വണ്ടി കണ്ടപ്പോഴത്തേന് ആവശ്യം ഇനിയിപ്പോ ഇതെടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡ്രീമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത ആഴ്ച കാണാൻ. ഞങ്ങളിനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്.